നമസ്കാരം. ഇലക്ട്രിക്കൽ മെയ്ഡ് സിമ്പിൾ എന്ന ട്യൂട്ടോറിയൽ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാഗം 1 കിലോ വാട്ട് അവർ മീറ്ററുകളെ കുറിച്ചാണ് ഈ ഭാഗത്ത് വിശദമാക്കുന്നത്. സിംഗിൾ അല്ലെങ്കിൽ 3 ഫേസ് ലൈനിൽ ഒരു സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഊർജ്ജം എത്രയാണെന്ന് അളക്കുന്ന ഉപകരണങ്ങളാണ് കിലോ വാട്ട് അവർ മീറ്ററുകൾ. കോമ്പാക്റ്റ് ആയ ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഉപകരണങ്ങളാണ് ഇത്. ഉപഭോഗത്തിനനുസരിച്ച് ഒരു കിലോ വാട്ട് കാൽക്കുലേറ്ററായി ഇത് പ്രവർത്തിക്കുന്നു. വ്യത്യസ്ത തരം KWH മീറ്ററുകൾ ഉപയോഗിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അനലോഗ് മീറ്ററിൻ്റെ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. അളവുകൾ സൂചിപ്പിക്കാൻ ഇതിൽ സൂചികളാണ് ഉപയോഗിക്കുന്നത്. അത് റീഡിംഗ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലാക്കാതെ എടുക്കാൻ പറ്റില്ല. ഇലക്ട്രോ മെക്കാനിക്കൽ മീറ്ററുകൾ അനലോഗ് മീറ്ററിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഇത്തരത്തിലുള്ള മീറ്ററുകൾ ഉപയോഗിക്കുന്നു. ഇത് വായിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം മൂല്യങ്ങൾ സൂചിപ്പിക്കാൻ അക്കങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഉപയോഗത്തെ ആശ്രയിച്ച് റീഡിംഗ് ശ്രേണികൾ 0 മുതൽ 1000 വരെയും 0 മുതൽ 10000 വരെയും ലഭ്യമാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക് മൾട്ടി ഫംഗ്ഷൻ മീറ്ററുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അനലോഗ് ഇലക്ട്രോ മെക്കാനിക്കൽ മീറ്ററുകളുടെ സ്ഥാനത്ത് ഡിജിറ്റൽ ഇലക്ട്രോണിക് മീറ്ററുകൾ ഉപയോഗിക്കുന്നു. വോൾട്ടേജ്, ഫ്രീക്വൻസി, പവർ ഫാക്ടർ, കറണ്ട്, വാട്ടേജ്, കിലോ വാട്ട് അവർ, അങ്ങനെ KWH ഇത്തരത്തിലുള്ള എല്ലാ അളവുകളും ഈ മീറ്ററുകളിൽ ലഭ്യമാണ്. ഇനി KWH മീറ്ററുകൾ 2 തരത്തിലാണ് ഉപയോഗിക്കുന്നത്. നേരിട്ട് ഉപയോഗിക്കുന്നത്, മറ്റു ഉപാധികളിലൂടെ പ്രവർത്തിക്കുന്നതുമായ 2 തരം, അതായത് ഡയറക്റ്റ് കണക്ഷൻ മെത്തേഡും ഇൻഡയറക്റ്റ് കണക്ഷൻ മെത്തേഡുമാണ് ഈ ആഭ്യന്തര ആപ്ലിക്കേഷനുകളിൽ ഉപയോഗിക്കുന്നത്. നേരിട്ടുള്ള കണക്ഷൻ രീതി, അതൊരു ഡയറക്റ്റ് കണക്ഷൻ മെത്തേഡ്. സിംഗിൾ അല്ലെങ്കിൽ 3 ഫേസ് സപ്ലൈകളിൽ 100 ആംപിയറിൽ കുറവ് ഉപഭോഗമുള്ള സ്ഥലങ്ങളാണ്, അതായത് ആ സ്ഥലങ്ങളിലാണ് ഈ തരം മീറ്ററുകൾ ഉപയോഗിക്കുന്നത്. മീറ്ററിലേക്ക് നേരിട്ട് ബന്ധിപ്പിക്കുന്ന യൂട്ടിലിറ്റി വൈദ്യുതി മീറ്ററിൽ നിന്നും അതാത് വിതരണ ബോർഡുകളിലേക്ക് പോകും. അതായത് ആദ്യം വൈദ്യുതി എത്തുന്നത് മീറ്ററിൽ നിന്നാണ് മറ്റ് ഉപകരണങ്ങളിലേക്ക് പോകുന്നത്. അതിനാണ് നേരിട്ടുള്ള കണക്ഷനുകളുടെ വിവരങ്ങൾ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. അടുത്തത് ഇൻഡയറക്റ്റ് കണക്ഷൻ രീതിയാണ്. ഇത്തരം മീറ്ററുകൾ ഉപയോഗിക്കുന്നത് 100 ആംപിയറിൽ കൂടുതൽ ഉപഭോഗമുള്ള 3 ഫേസ് പവർ സപ്ലൈകൾ മാത്രമാണ്, സിംഗിൾ ഫേസിലല്ല. നിലവിലെ ഉപയോഗം കണ്ടുപിടിക്കാൻ ഓരോ ഫേസിലും കറണ്ട് ട്രാൻസ്ഫോർമറുകൾ, അതായത് CTകൾ ഉപയോഗിക്കുന്നു. കറണ്ട് ട്രാൻസ്ഫോർമറിൻ്റെ ഔട്ട്പുട്ട് കണക്ഷനുകൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അതിൻ്റെ തന്നെ ഫേസിനൊപ്പം മീറ്ററിലേക്ക് പിടിപ്പിച്ചിരിക്കുന്നു. ഓരോ CTയിലും S1, S2 ഈ ചിത്രത്തിൽ എന്നിവ കാണാൻ കഴിയും. അത് KWH മീറ്ററിൻ്റെ അതാത് സെക്ഷനുകളിൽ അതിൻ്റെ തന്നെ ലൈനുമായിട്ടാണ് ബന്ധിപ്പിക്കേണ്ടത്. അതായത് ഫേസ് 1ലാണ് CT എങ്കിൽ ആ KWH മീറ്ററിൻ്റെയും ഫേസ് 1ൻ്റെ സെക്ഷനിൽ തന്നെ കണക്ട് ചെയ്യണം. SE1, S1, S2വും നടുക്ക് അതാതിൻ്റെ തന്നെ ഒരു ഫേസ് കണക്ഷൻ വരും. അങ്ങനെ 3 കണക്ഷൻ വരും. എല്ലാ CTയുടെയും S1, S2 എന്നിവ ശരിയായ ക്രമത്തിൽ ബന്ധിപ്പിക്കാൻ ദയവായി ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം മീറ്റർ സ്റ്റോപ്പ് ആവുകയോ ചിലപ്പോൾ സ്ലോ ആയിട്ട് ഓടാനോ സാധ്യതയുണ്ട്. എല്ലാ CT കണക്ഷനുകൾക്കും ശേഷം ന്യൂട്രൽ വയർ ബന്ധിപ്പിക്കുന്നു. അതായത് ന്യൂട്രൽ ഉൾപ്പെടെ ഒരു KWH മീറ്ററിൽ 10 വയർ കണക്ഷനുകൾ ഉണ്ടായിരിക്കും. ഇനിയുള്ളത് KWH മീറ്ററിൽ ഈ കണക്കുകൾ എങ്ങനെയാണ് കൂട്ടുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അതിവിടെ ഒരു ടേബിളായിട്ട് നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു ചെറിയ സിമ്പിൾ മെത്തേഡാണ് ഇന്നത് കാണിച്ചിരിക്കുന്നത്. അതായത് കിലോ വാട്ട് അവർ KWH എന്ന് പറയുന്നത് വാട്ട് ഇൻറ്റു ഹവർ യൂസ്ഡ് ഡിവൈഡഡ് ബൈ 1000. അതായത് എത്ര വാട്ടുണ്ടോ അതിനെ 1000 ഡിവൈഡ് ചെയ്യുമ്പോഴാണ് കിലോ വാട്ട് അവർ വരുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 60 വാട്ടിൻ്റെ പവറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണം 5 മണിക്കൂർ ഒരു ദിവസം വർക്ക് ചെയ്യുന്നു.
അതായത് 60 വാട്ട് ഇൻറ്റു 5 മണിക്കൂർ ഈക്വൽ ടു 300 വാട്ട് ഒരു ദിവസം എന്ന് കാണാൻ കഴിയും. അതായത് 300 ഡിവൈഡഡ് ബൈ 1000 എന്ന് പറയുമ്പോൾ 0.3 കിലോ വാട്ട് അവറാണ് പെർ ഡേ. അതായത് 0.3 30 ദിവസത്തേക്ക് എന്ന് പറയുമ്പോൾ 9 കിലോ വാട്ട് അവർ ഒരു മാസം. അതായത് 9 യൂണിറ്റ്, 1 കിലോ വാട്ട് അവർ എന്ന് പറയുന്നത് 1 യൂണിറ്റാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റിയിൽ കണക്കൂട്ടുന്ന പോലെ 1 യൂണിറ്റാണ്. അതായത് 9 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 9 യൂണിറ്റ് ഒരു മാസം ഉണ്ടായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. അടുത്ത ഭാഗത്തിൽ പുതിയൊരു വിഷയവുമായി നമുക്ക് കാണാം. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് കരുതുന്നു.